إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ പടച്ച തമ്പുരാന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും പരമാവധി പകർത്തിയും പാലിച്ചു ജീവിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും വളരെ ആത്മാർത്ഥമായി ഉണർത്തുകയാണ്, വസിയത്ത് നൽകുകയാണ്. അത്തരുണത്തിൽ ജീവിതം മുന്നോട്ട് നയിക്കുവാനും അവസാനം റബ്ബുൽ ഇസ്സത്തിനെ കണ്ടുമുട്ടാനുമുള്ള തൗഫീഖ് നൽകി അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ റമദാൻ നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോവുകയും ശവ്വാലമ്പളി മാനത്തുദിച്ച് ഈദുൽ ഫിത്തർ നമ്മൾ ആഘോഷിക്കുകയും ചെയ്തു. പരിശുദ്ധ റമദാനിലെ കർമ്മങ്ങളുടെ കളരിയിലായിരുന്നു നമ്മളെല്ലാവരും. ആയതുകൊണ്ട് തന്നെ ധാരാളം നന്മകൾ അതിലൂടെ ശീലമാക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്കെല്ലാവർക്കും സാധിച്ചിട്ടുണ്ട്. പല തിന്മകളും ഒഴിവാക്കുവാൻ സാഹചര്യം ലഭിച്ചിട്ടല്ല, ലഭിക്കാതെയുമല്ല, പല തിന്മകളും ഒഴിവാക്കുവാൻ ബോധപൂർവം നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുമുണ്ട്. നമ്മുടെ മനസ്സിൽ നന്മയുടെ ചെറിയൊരു അളവുണ്ട് എന്നതിന്റെ തെളിവാണ് ഈ തിന്മകളിൽ നിന്ന് ബോധപൂർവം മാറി നിൽക്കുക എന്നത്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് നിലവിൽ നമ്മൾ ചെയ്തു വന്ന നന്മകൾ നിലനിർത്തുക എന്നത്. റമദാൻ കഴിഞ്ഞതോടെ അതൊക്കെ അവസാനിച്ചതായി അല്ലെങ്കിൽ അവസാനിപ്പിക്കുന്നവരായി തീരുമാനിക്കുവാനോ അങ്ങനെ ശ്രമിക്കുവാനോ പ്രിയപ്പെട്ടവരെ പാടുള്ളതല്ല. നമ്മളുടെ ഓരോരുത്തരുടെയും സൽക്കർമ്മങ്ങൾ അത് നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കേണ്ട സൽക്കർമ്മമാണ്. അങ്ങനെ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന സൽക്കർമ്മങ്ങൾക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലത്തിന്റെ കുത്തൊഴുക്കാണ് റമദാനിൽ അള്ളാഹു നൽകുന്ന ഓഫറുകളും മറ്റുമെല്ലാം. ആയതുകൊണ്ട് തന്നെ ബാക്കി ദിനങ്ങളിൽ അവരെന്തെടുക്കുന്നു എന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കും. പ്രവർത്തനങ്ങളുടെ പരിസമാപ്തി എന്നത് റമദാൻ കഴിഞ്ഞാൽ എന്നതല്ല അതിന്റെ സമയം. സൽക്കർമ്മങ്ങൾ നിർത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സമയം പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യേണ്ടതില്ല. അതുവരെ പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും സൽക്കർമ്മങ്ങളിൽ സജീവമാകണം. എപ്പോഴാണ് സൽക്കർമ്മങ്ങൾ നിന്നുപോകുക? വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഹിജ്റിലെ 99-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. നിനക്ക് ആ ഉറപ്പ് വരുന്നത് വരെ. ഏതാണ് ആ ഉറപ്പ്? മരിക്കും എന്ന ഉറപ്പ്. ആ ഉറപ്പ് വന്നെത്തുന്നത് വരേക്കും നീ റബ്ബിനെ ആരാധിക്കുക, അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യുക എന്നാണ് ഖുർആൻ പറഞ്ഞത്. ആ
മരണം നമ്മിലേക്ക് എത്തും വരെ റമളാനിൽ നേടിയെടുത്ത ഈമാനും തഖ്വയും പ്രിയപ്പെട്ടവരെ നിലനിർത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിന് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഒന്നാമതായി ചെയ്യേണ്ടത് പ്രവർത്തനങ്ങളുടെ തുടർച്ച, അത് മുറിഞ്ഞു പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്തലാണ്. സൽക്കർമ്മങ്ങൾ ചെയ്തു വന്ന 30 ദിനരാത്രങ്ങൾ കൃത്യമായി നമുക്ക് ബോധ്യമുണ്ട്, നമ്മൾ ഡെഡിക്കേറ്റ് ആയിരിക്കും. അത് അതുപോലെ തന്നെ നിലനിർത്തുക എന്നതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് റമളാനിൽ നമ്മൾ ചെയ്തു പോയ പല നന്മകളും, പ്രത്യേകമായി നമ്മൾ ചെയ്ത പല നന്മകളുമുണ്ട്. നമ്മൾ ഒരുപാട് ആളുകളെ സഹായിച്ചു മുമ്പത്തെ മാസത്തെക്കാളും. അതേപോലെ തന്നെ നമ്മൾ ഒരുപാട് സുന്നത്തുകൾ പ്രത്യേകം പരിഗണിച്ചെടുത്തു. ഫർളുകൾ നമ്മൾ അതിന്റെ മുമ്പ് ചെയ്യുന്നവരാണ്, എന്നാൽ പല സുന്നത്തുകളും നമ്മൾ എന്ത് ചെയ്തു? അതിനെ ജീവിപ്പിച്ചു. ഫർള് ജമാഅത്തിന്റെ മുമ്പും ശേഷവുമുള്ള സുന്നത്തുകൾ മുമ്പ് നമുക്ക് ചെയ്യാൻ സമയമില്ലാതിരിക്കും, ഇപ്പോൾ നമ്മൾ സമയം കണ്ടെത്തി അത് ചെയ്തു. അതേപോലെ തന്നെയാണ് അതുപോലെയുള്ള ഒരുപാട് നന്മകൾ, അത് നമ്മൾ പുതിയതായിട്ട് നമ്മൾ എന്ത് ചെയ്തു? അതിനെ ഡെവലപ്പ് ചെയ്തു. രാത്രി നമസ്കാരം ശഅബാനിലും റജബിലും നമ്മൾ ചെയ്തിരുന്നില്ല പലരും, പക്ഷെ രാത്രി നമസ്കാരം തറാവീഹായും ഖിയാമുൽ ലൈലായും ഒക്കെ നമ്മൾ നിർവഹിച്ചു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ചെയ്തു വന്നിരിക്കുന്നത് ഇനിയും ചെയ്യണം എന്ന് തീരുമാനിക്കാൻ കഴിയണം. റമളാനിൽ നമ്മൾ പലരെയും സഹായിച്ചു. എന്തിനാ ഞാൻ ശവ്വാലിൽ അത് നിർത്തേണ്ടത് എന്ന് തീരുമാനിക്കുകയും ശവ്വാലിലും നമ്മളെ കൊണ്ടാകുന്ന തരത്തിൽ പാവപ്പെട്ടവരെ, മിസ്കീനുകളെ, അതുപോലെ യതീമുകളെ, വിധവകളെ, അങ്ങനെയുള്ള ആളുകളെയൊക്കെ സഹായിക്കുന്നിടത്തേക്ക് നമ്മൾ വരണം. നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട പലരും മരിച്ചു പോയിട്ടുണ്ട്. ഞാൻ പലതവണ നമ്മുടെ ഓർമ്മയിലേക്ക് വന്നിട്ടുണ്ട്. അവരുടെയൊക്കെ മക്കളുടെ സ്ഥിതി, പ്രിയപ്പെട്ടവരെ, മരണ വീട്ടിലെ 3 ദിവസത്തെ ആളുകളുടെ സാന്നിധ്യവും ആളുകളുടെ ഓഫറുകളും സംസാരങ്ങളും കൊണ്ട് തീരുന്നില്ല. മറിച്ച് നമ്മുടെ പ്രിയപ്പെട്ടവനായവൻ അള്ളാഹുവിലേക്ക് മടങ്ങി. അവരുടെ മക്കൾ നമ്മളുടെ മക്കളെ പോലെയാണ്. അവരുടെ ഭാര്യക്ക് അവരുടെ ഭർത്താക്കന്മാർ നൽകിയിരിക്കുന്ന സാമ്പത്തിക സൗകര്യങ്ങളും ജീവിക്കാൻ ഉതകുന്ന ചുറ്റുപാടുകളും അത് നിലച്ചുകൂടാ. അവർക്ക് തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളിൽ നമുക്ക് ഇടപെടാൻ സാധിക്കണം. അതോടൊപ്പം തന്നെ ഏകമായി നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്തിരുന്ന അമലുകളിൽ ഒരുപാട് സമയം റമളാനിൽ നമുക്കത് നിർവഹിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതേ എനർജിയിൽ ഇനിയുള്ള മാസങ്ങളും അത് നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം. എത്ര നിസ്സാരമായ നന്മയാണെങ്കിലും പ്രിയപ്പെട്ടവരെ, അത് നിർത്തരുത് എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. പ്രവാചകൻ പറഞ്ഞു, അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി തആല അദ്വമുഹാ വഇൻ ഖല്ല. മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ പറയാണ്, കർമ്മങ്ങളിൽ അല്ലാഹുവിന് ഏറ്റവും പ്രിയങ്കരം പതിവാക്കിക്കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളാകുന്നു. ഒരാള് രാവിലെ സുബഹിയൊക്കെ നിസ്കരിച്ചു, കിടന്നുറങ്ങി, പിന്നീട് എഴുന്നേറ്റ് ഒരു 9 മണിക്ക് എഴുന്നേറ്റ് കുളിച്ചു മാറ്റി അദ്ദേഹത്തിന്റെ ഷോപ്പിലേക്ക് പോകുന്ന സമയത്ത് ഒരു 2 റക്അത്ത് ളുഹാ നമസ്കാരം, അല്ലെങ്കിൽ ഒരു 4 റക്അത്ത്, അല്ലെങ്കിൽ ഒരു 6 റക്അത്ത്, 8 വരെ ഒരാൾ ഇൻഷാ അല്ലാഹ് തുടരുകയാണ്. നമുക്കതിന് പ്രത്യേകം സമയം വേണ്ട. എല്ലാം മാറ്റിക്കഴിഞ്ഞ് ഭാര്യ ചായ എടുത്ത് വെക്കുമ്പോഴേക്കും, അല്ലെങ്കിൽ ഭാര്യ ഷൂ തുടച്ചു തരുമ്പോഴേക്കും, അല്ലെങ്കിൽ മക്കൾ കാറൊന്ന് റെഡിയാക്കുമ്പോഴേക്കും, അല്ലെങ്കിൽ ഭാര്യ നമ്മളെ കർച്ചീഫ് എടുക്കുന്ന വരുന്ന ആ സമയത്തേക്ക് ഒരു 2 റക്അത്ത് ഇൻഷാ അല്ലാഹ് എന്നും നമസ്കരിക്കണമെന്ന് ഇന്ന് നമ്മൾ തീരുമാനിച്ചാൽ, പ്രിയപ്പെട്ടവരെ, ഒരു പുതിയ നന്മ, അതല്ലെങ്കിൽ നിലവിൽ ചെയ്തു വരുന്ന നന്മയുടെ ഒരു ഊർജ്ജം പ്രത്യേകമായി നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, വകാനത ആയിഷതു ഇദാ ആമിലത്തിൽ അമല ലസിമതഹു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവി ഒരു നന്മ ചെയ്താൽ അത് പിന്നീട് പതിവാക്കുന്ന ആളായിരുന്നു എന്നാണ് ആയിഷ ബീവിയെ പറ്റി പറഞ്ഞത്. പലതും ചെയ്യാൻ പ്രിയപ്പെട്ടവരെ ഇനിയൊരു റമളാൻ വരട്ടെ എന്ന് തീരുമാനിക്കരുത്. ഇൻഷാ അല്ലാഹ് ചില ആളുകൾ തീരുമാനിക്കും, റമളാൻ ഏതായാലും കഴിഞ്ഞു, പക്ഷെ ചില കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഞാൻ ചെയ്തിരുന്നു, ഇൻഷാ അല്ലാഹ് അടുത്ത റമളാൻ വന്നാലും ഞാനത് ചെയ്യും. അത് നല്ല തീരുമാനമാണ്. പക്ഷേ അടുത്ത റമളാനിലേക്ക് നമ്മൾ അത് വെക്കരുത്. അടുത്ത റമളാനിലേക്ക് വെക്കേണ്ടതായ ഒരു പ്രത്യേക ആരാധന വേറെയില്ല. ആ ആരാധനകളൊക്കെയും തന്നെ പ്രിയപ്പെട്ടവരെ ഈ വരുന്ന മാസങ്ങളിലൊക്കെയും നമുക്ക് നിർവഹിക്കാവുന്നതാണ്. എല്ലാം നിർവഹിക്കാവുന്നതാണ് എന്നതാണ് അതിലെ യാഥാർത്ഥ്യം. അതുകൊണ്ട് അത് ഇന്ന് ഒന്ന് കുറഞ്ഞു പോയാൽ ഉറപ്പാണ് നാളെ 2 ഇബാദത്തുകൾ കുറയും. ഇന്നൊരു സുന്നത്ത് ഇന്നൊരൊറ്റ ദിവസമല്ലേ എന്ന് വിചാരിച്ച് നിസ്സാരമാക്കിയാൽ നാളെയും മറ്റന്നാളെയും അത് വീണ്ടും കുറഞ്ഞു പോകുന്ന അവസ്ഥ വരും. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ജമാഅത്ത് നമസ്കാരങ്ങളിലെ ശ്രദ്ധ. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ പറയുന്നുണ്ട്, സ്വലാത്തുൽ ജമാഅത്തി തഫ്ളു സ്വലാത്തൽ ഫർദി ബി27 ദറജ. ജമാഅത്ത് നമസ്കാരം ഒറ്റക്കുള്ള നമസ്കാരത്തേക്കാൾ 27 ഇരട്ടിയാകും.
ഒരാള് ഒരു ദിവസത്തെ ളുഹർ ജമാഅത്ത് അത് അയാൾ ശീലമാക്കിയാൽ അയാളെ സംബന്ധിച്ചിടത്തോളം 27 ദിവസം ളുഹർ നമസ്കരിച്ച കൂലിയാണ് അയാൾക്ക് ജമാഅത്തായിട്ടാണ് നിസ്കരിക്കുന്നെങ്കിൽ കിട്ടുക. നമ്മൾ ആലോചിച്ച് നോക്കിയേ, അതൊരു 5 മിനിറ്റ് മുമ്പ്, ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ പോയി പള്ളിയിൽ കെട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരൊറ്റ പ്രതിഫലം. നേരെ മറിച്ച് ഒരു 5 മിനിറ്റ് നമ്മളൊന്ന് ജാഗ്രത കാണിച്ചാൽ 27x4 വമ്പിച്ച റക്അത്തുകളാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരിക. എത്ര ഫാത്തിഹകൾ വരും, എത്ര അദ്കാറുകൾ വരും, എത്ര ഇസ്തിഗ്ഫാറുകൾ വരും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ജമാഅത്ത് നമസ്കാരങ്ങളിൽ പരിപൂർണമായ ശ്രദ്ധ ഇൻഷാ അല്ലാഹ് നമുക്കുണ്ടാകണം. അല്ലാഹു സഹായിക്കുമാറാവട്ടെ. രണ്ടാമത്തേത് രാത്രി നമസ്കാരമാണ്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അഫ്ളലുസ് സ്വലാത്തി ബഅദൽ ഫരീളത്തി സലാത്തുൽ ലൈൽ. നിർബന്ധ നമസ്കാരങ്ങൾക്ക് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, നിർബന്ധ നമസ്കാരങ്ങൾക്ക് ശേഷം ഏറ്റവും ഉത്തമമായത് രാത്രി നമസ്കാരമാകുന്നു. അതായത് ഫർളിലെ 5 വക്തുകൾ കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, പിന്നെ നമ്മൾ നോക്കേണ്ട ഏറ്റവും മർമ്മപ്രധാനമായ നമസ്കാരം എന്നത് രാത്രി നമസ്കാരം. ഏറ്റവും പ്രതിഫലം, അതായത് ളുഹർ, അസർ, മഗ്രിബ്, ഇശാ കഴിഞ്ഞാൽ, സുബഹി കഴിഞ്ഞാൽ പിന്നെ അല്ലാഹു ഏറ്റവും പ്രതിഫലം നിശ്ചയിച്ച നമസ്കാരം രാത്രിയത്തെ നമസ്കാരം, തഹജ്ജുദ് നമസ്കാരം. അത് സുബഹി ബാങ്കിന്റെ തൊട്ടു മുമ്പ് നമ്മൾ നിർവഹിക്കലാണ് ഏറ്റവും ഉചിതം. ഇനി ആർക്കെങ്കിലും ക്ഷീണം വഴിയോ മറ്റോ യാത്ര വഴിയോ എങ്ങനെയെങ്കിലും മുടങ്ങുമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അയാൾ ഇശാ നമസ്കാരത്തിന് ശേഷം അത് നിർവഹിക്കുക. അങ്ങനെയെങ്കിലും അത് നിലനിർത്താൻ നമുക്ക് കഴിയണം. മാത്രവുമല്ല, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയായാലും ശരി, യുദ്ധമായാലും ശരി, എന്തായാലും ശരി, ഒരിക്കൽ പോലും ഒഴിവാക്കാത്ത നമസ്കാരമായിരുന്നു ഈ രാത്രി നമസ്കാരം. അതുകൊണ്ട് മിനിമം ഒരു 3 റക്അത്തെങ്കിലും ആ വിത്റെങ്കിലും പ്രിയപ്പെട്ടവരെ നമുക്ക് നിലനിർത്താൻ സാധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മറ്റൊന്ന് ഖുർആൻ പാരായണമാണ്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ പറയുന്നു, ഇഖ്റഇൽ ഖുർആന ഫീ കുല്ലി ശഹ്രി, നീ എല്ലാ മാസവും ഒരു തവണ ഖുർആൻ പൂർണ്ണമായും പാരായണം ചെയ്യുക. ഒരു മാസത്തിൽ ഒരു ഖത്തം, അത് ഇൻഷാ അല്ലാഹ് കഴിയും. ഒരു ദിവസം പ്രിയപ്പെട്ടവരെ 2 ജുസ് മതി. ഏതെങ്കിലും ദിവസം അതൊരു ജുസ് ആയി പോയാൽ പോലും ബാധിക്കാത്ത വിധം ഒരു മാസത്തിൽ, നിങ്ങൾക്കറിയോ ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹം തന്റെ ഒരു ദിവസത്തിൽ 2 ഖത്തമുൽ ഖുർആൻ പാരായണം ചെയ്യുന്ന പണ്ഡിതനായിരുന്നു. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു രാത്രി നമസ്കാരത്തിൽ പരിശുദ്ധ ഖുർആൻ മുഴുവനും പാരായണം ചെയ്ത് നമസ്കരിച്ച സഹാബിയാണ്. നമ്മൾ വിചാരിക്കും അങ്ങനെ കഴിയും പ്രിയപ്പെട്ടവരെ. നമ്മുടെ ഹിഫ്ള് സ്ഥാപനങ്ങളിലൊക്കെ അങ്ങനെ ഓതിത്തരുന്നുണ്ട് കുട്ടികൾ. 6 മണിക്കൂർ 7 മണിക്കൂർ കൊണ്ട് ഖുർആൻ മുഴുവനായും ഹൃദിസ്ഥമാക്കിയ ആളുകൾക്ക് എളുപ്പമാണ്. നമ്മുടെ നാവ് വഴങ്ങിയാൽ, നമ്മുടെ ശ്രദ്ധ നമ്മൾ പരിപൂർണമായി ഖുർആനിലേക്ക് കൊണ്ടുപോയാൽ അതിവേഗതയിൽ ഓരോ പേജുകൾ മറിച്ചിടാൻ, ഓതിത്തീർക്കുവാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കും. അതൊരുപാട് വേണ്ട, മിനിമം ഒരു മാസത്തിൽ ഒരു ഖത്തം ഇൻഷാ അല്ലാഹ് അതൊന്ന് ശ്രമിച്ചു നോക്കണമെന്ന് തീരുമാനിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മറ്റൊന്ന് സദഖയാണ്. വസ്സദഖത്തു തുത്ഫിഉ അൽ ഖതീഅത കമാ യുത്ഫിഉൽ മാഉ നാർ. സഹീഹ് അൽബാനി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, അദ്ദേഹം റിപ്പോർട്ട് ചെയ്ത കിതാബിൽ കാണുന്നു, വെള്ളം തീയെ കെടുത്തുന്നത് പോലെ ദാനധർമ്മം നമ്മുടെ തിന്മകളെ കെടുത്തിക്കളയും. ചെറിയ ചെറിയ പോരായ്മ നമുക്കുണ്ടാവും. ചിലപ്പോൾ ചില ആളുകൾക്ക് ദേഷ്യം പിടിച്ചു പോകും, ചില ആളുകളെ തെറ്റിദ്ധരിച്ചു പോകും. ഇതൊക്കെ ചെറിയ ചെറിയ തിന്മകളാണ്. അതുപോലെ തന്നെ ആളുകൾ അറിയാത്ത ചെറിയ തിന്മകൾ നമ്മുടെ കൂടെ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. വർഷങ്ങളായിട്ട് ചില മോശമായ പ്രവണതകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും, ആരും അറിയാത്തതായിരിക്കും. അങ്ങനെയുള്ള ചെറിയ ചെറിയ തിന്മകളൊക്കെ മായ്ച്ചു കളയാൻ പ്രിയപ്പെട്ടവരെ നമ്മുടെ ദാനധർമ്മം കൊണ്ട് സാധിക്കും. മാത്രവുമല്ല, അല്ലാഹുവിന്റെ റസൂൽ മറ്റൊരു ഹദീസിൽ പറയുന്നുണ്ട്, ദാനധർമ്മങ്ങൾ ആപത്തുകളിൽ നിന്ന് നിങ്ങൾക്ക് ഭയങ്കര സുരക്ഷിതത്വം നൽകുന്നു. ഒരു യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളൊക്കെയും അറിയാം, നമ്മൾ മാത്രമല്ല, നമ്മൾ ഒരു ഭാഗത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ 3 മക്കൾ മറ്റു 3 വഴിക്ക് യാത്ര ചെയ്യാം. ഭാര്യ ചിലപ്പോൾ വേറൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്തിട്ട് ഒരു കുട്ടിയുടെ കൂടെ എങ്ങനെങ്കിലും. അപ്പൊ എവിടെയും അപകടത്തിന് സാധ്യതയുണ്ട്, വീട്ടിൽ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എല്ലാം റബ്ബിൽ ഭരമേൽപ്പിച്ചുകൊണ്ടാണ് ഒരു സത്യവിശ്വാസി എല്ലാറ്റിനും പുറപ്പെടുന്നത്. എങ്കിലും അവൻ പരീക്ഷിക്കപ്പെട്ടേക്കും. ആ പരീക്ഷണത്തിൽ നിന്ന് പോലും നമുക്ക് രക്ഷ കിട്ടാൻ നമ്മളുടെ ചെറിയ ഒരു സ്വതക്ക കൊണ്ട് സാധിക്കുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. മറ്റൊന്ന് പ്രിയപ്പെട്ടവരെ, സുന്നത്ത് നോമ്പുകളാണ്. റമദാനിൽ 30 ഫർള് നോമ്പുകൾ അതികഠിനമായ ഉഷ്ണത്തിൽ നിർവഹിച്ച ആളുകളാണ് നമ്മളെല്ലാവരും. ഇനി അങ്ങനെ 30 ദിവസവും അടുപ്പിച്ചിങ്ങനെ നോക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട നോമ്പുകൾ എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഫർള് നോമ്പുകളിൽ നമുക്ക് ഒഴിവായി പോയിട്ടുള്ള നോമ്പുകൾ, അതാണ് ആദ്യം നമ്മൾ നോക്കേണ്ടത്. സ്ത്രീകൾക്കൊക്കെ പ്രത്യേകിച്ച് ചില നോമ്പുകൾ നഷ്ടപ്പെടും.
പുരുഷന്മാർക്ക് അതുപോലെ തന്നെ ഏതെങ്കിലും വകയിൽ വലിയ എന്തെങ്കിലും രോഗം ഒരു ദിവസം പിടിപെട്ടിട്ടോ 2 ദിവസം പിടിപെട്ടിട്ടോ നോമ്പ് മുറിക്കേണ്ടി വന്നിട്ടുണ്ടാകും, യാത്രയിൽ അങ്ങനെയൊക്കെ മുറിക്കേണ്ടി വന്നിട്ടുണ്ടാകും. അങ്ങനെയുള്ള ആളുകൾ ആ നോമ്പാണ് ഈ ശവ്വാലിൽ ആദ്യം നോൽക്കേണ്ടത്. അതാണ് 2 or 3 നോമ്പുകൾ, ഏതെങ്കിലും നോമ്പുകൾക്ക് പരിക്കുണ്ടെങ്കിൽ അതൊന്ന് കൃത്യമാക്കാൻ. അങ്ങനെയൊക്കെ നമുക്ക് ബോധപൂർവം അല്ലാഹു സ്വീകരിച്ചിട്ടില്ല എന്ന് തോന്നിയ നോമ്പുകൾ വരെ നമ്മൾ നോറ്റെടുക്കുക. അതോടൊപ്പം പ്രിയപ്പെട്ടവരെ, അത് കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് ശവ്വാലിലെ 6 നോമ്പുകൾ. പ്രവാചകന്റെ ഹദീസിൽ കാണാം, 1 മാസത്തെ റമളാൻ നോമ്പുകൾ ഒരാൾ അനുഷ്ഠിക്കുകയും തുടർന്ന് വരുന്ന ശവ്വാലിലെ 6 നോമ്പുകൾ കൂടി അയാൾ അതിനോടൊപ്പം ചേർത്ത് നോൽക്കുകയും ചെയ്താൽ 1 വർഷത്തെ നോമ്പുകാരൻ, 1 വർഷത്തെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് നൽകുമെന്നാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതുകൊണ്ട് പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചിട്ടുണ്ട്. ഒന്നുകിൽ ശവ്വാലിന്റെ തുടക്കത്തിൽ, 2ാമത്തെ ശവ്വാലിന്റെ 2 മുതൽ തന്നെ നോറ്റ് തുടങ്ങുക. ഇനി അതിന് സാധിക്കാത്ത ആളുകൾ, പൊതുവെ നമ്മളൊക്കെ പോലുള്ള ആളുകൾക്ക് നാട്ടിൽ പോയിട്ട് വേണം ചിലപ്പോൾ പെരുന്നാൾ ആഘോഷിക്കാനും ആളുകളെ കാണാനൊക്കെ. അങ്ങനെയൊക്കെ ആണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ശവ്വാൽ പൂർത്തിയാകുന്നതോടൊപ്പം നമ്മളുടെ 6 നോമ്പുകൾ നമ്മൾ നോറ്റുവിട്ടാൻ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കണം. അതിനോടൊപ്പം നമ്മൾ ജാഗ്രതയോടെ ശ്രദ്ധിക്കേണ്ടതാണ്. 6 നോമ്പുകൾ എന്തായാലും ശവ്വാലിൽ നോൽക്കണം. അതോടൊപ്പം റമളാനിൽ കൃത്യമായി നോമ്പ് നോറ്റ് ശീലിച്ച നമ്മൾ ശവ്വാലിലെ സുന്നത്ത് നോമ്പുകൾ ഇൻഷാ അല്ലാഹ് എന്തായാലും അത് എടുക്കുക തന്നെ ചെയ്യുമെന്ന് തീരുമാനിക്കണം. തിങ്കളും വ്യാഴവും ശവ്വാലിൽ എടുക്കുക. അതുപോലെ 13, 14, 15 അത് ശവ്വാലിൽ എടുക്കുക. അതോടൊപ്പം 6 നോമ്പുകൾ എടുക്കുക. ഇതുപോലെ തന്നെ നഷ്ടപ്പെട്ട ഫർള് നോമ്പിന് പകരമായിട്ടും എടുക്കുക. ഇനി നഷ്ടപ്പെട്ട ഫർള് നോമ്പുകൾ ഒരുപാട് അധികമുണ്ടെങ്കിൽ, ഇപ്പം പ്രസവവും അതുപോലെയുള്ള കാര്യങ്ങൾക്കുമായി ബന്ധപ്പെട്ട് ഒരുപാട് നോമ്പുകൾ നഷ്ടപ്പെട്ട ആളുകൾക്ക് അവർ ഫിദിയ നൽകിയാലും ശരി, പ്രിയപ്പെട്ടവരെ, ആ ശവ്വാലിന് ശേഷമുള്ള ദിവസങ്ങളിലും അവർ നോമ്പ് നോറ്റുവിട്ടുക തന്നെ വേണം. അല്ലാഹു അതിനെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നു, നീ എല്ലാ മാസവും 3 ദിവസം നോമ്പെടുക്കുക. അതാ ഞാൻ പറഞ്ഞ 13, 14, 15. അതോടൊപ്പം പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് തിങ്കളും വ്യാഴവും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ കാര്യങ്ങളിലെല്ലാം ശ്രദ്ധിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. നമ്മൾ ഈ കിട്ടിയിരിക്കുന്ന ഈമാൻ അത് നുരുമ്പിപ്പോകാതിരിക്കാൻ ഇത്തരം കാര്യങ്ങളെ ഒന്ന് മാർക്ക് ചെയ്തു വെക്കുന്നത് നന്നായിരിക്കും. കൂടിയാലോചനകൾ ഭാര്യയോടൊപ്പം മക്കളോടൊപ്പം നമുക്ക് നാളെ നോമ്പ് നോറ്റാലോ എന്നൊക്കെ പറഞ്ഞ് തീരുമാനിച്ച്, കുട്ടികളും അതേ ട്രെൻഡിലാണ്, ഒരു സംശയവും വേണ്ട. നമ്മൾ മൂടിക്കളഞ്ഞാലേ ഇതൊക്കെ മൂടപ്പെടുകയുള്ളൂ. നമ്മളത് തുറന്നു വെച്ച് കഴിഞ്ഞാൽ അത് ഏറ്റെടുക്കുവാൻ നമ്മുടെ ഇണയും നമ്മുടെ മക്കളും തയ്യാറാണ് എന്നതാണ് വാസ്തവം. ഇനിയോ ഈമാനികമായ അന്തരീക്ഷത്തിൽ നിന്ന് അകലം പാലിക്കാതിരിക്കുക. നമുക്കറിയാലോ, നമ്മൾ റമദാനിൽ എന്തായിരുന്നു? ഇസ്ലാമികമായ ചുറ്റുപാടും, ഇസ്ലാമികമായ കുടുംബ സംവിധാനം, ഇസ്ലാമികമായ ആഘോഷങ്ങൾ, അതേപോലെ തന്നെ പള്ളികൾ, ഇതുമായിട്ടായിരുന്നു നമ്മുടെ കൂടുതൽ സമയവും ഉണ്ടായിരുന്നത്. ഇഫ്താറുകൾ, ക്യാമ്പുകൾ, വിജ്ഞാനവേദികൾ, ക്ലാസുകൾ, നമ്മൾ മറ്റുള്ള ഒരു പരിപാടിക്ക് നമ്മൾ പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈമാന് അവിടെ നിന്നും ദുർബലപ്പെടാതെ നമ്മൾ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. ഇനി എന്താണ്? നോമ്പ് കഴിഞ്ഞു എന്ന നിലക്ക് ഈമാൻ കുറഞ്ഞു പോകുന്ന പല സാഹചര്യങ്ങളും നമ്മളിലേക്ക് കടന്നു വരാൻ പോകും. കുടുംബത്തിലെ കല്യാണങ്ങൾ, അയൽവാസികളുടെ കല്യാണങ്ങൾ, അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. എത്ര ചെറുതാണെങ്കിലും ശരി, അള്ളാഹും റസൂലിനും ഇത് ഇഷ്ടപ്പെടുവോ ഇല്ലയെന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി. ഏത് കാര്യം കാണുമ്പോഴും പ്രവാചകന്റെ കാലത്ത് ഇത് ഉണ്ടായിട്ടുണ്ടാവുമോ? അള്ളാഹുന്റെ റസൂലിന് ഇതൊക്കെ ഇഷ്ടപ്പെടുവോ? ഇല്ല എന്നൊരു ഇത്തിരി നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കറിയാലോ, ഒരു ടേബിളിന് മുകളിൽ 2 ഗ്ലാസ് പാല് കൊണ്ടുപോയി വെച്ചിട്ട് അത് കുടിക്കാൻ പോകുമ്പോൾ നമ്മുടെ മോള് പറഞ്ഞു, ഇപ്പുറത്തെ വലതുഭാഗത്തുള്ള പാലിൽ എന്തോ ഒരു ജീവി വന്നിങ്ങനെ ഒന്ന് ചുണ്ട് വെച്ച് പോകുന്നത്, പറന്നു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അതിലെന്തോ ഒന്ന് വാപ്പ വീണിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആ സംശയിച്ച പാല്, പ്രിയപ്പെട്ടവരെ, നിസ്സംശയം നമ്മളത് ഉപേക്ഷിക്കും, വേണ്ടാന്ന് വെക്കും. എന്നിട്ട് സംശയമില്ലാത്തതെടുത്ത് കുടിക്കുന്നത് പോലെ ഏത് കാര്യങ്ങൾ മുന്നിലേക്ക് വരുമ്പോഴും നമ്മുടെ മനസാക്ഷി ഈമാനുള്ള മനസാക്ഷിയാണ്. ആ മനസാക്ഷി പറഞ്ഞു തരും, ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്റെ BTM-ലെ അല്ലെങ്കിൽ എന്റെ മഹല്ലിലെ അല്ലെങ്കിൽ എന്റെ ഉസ്താദുമാർ അല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവർ കണ്ടാൽ എനിക്ക് മോശമാണ് എന്ന് നമ്മളെ മനസ്സിൽ തോന്നിയാൽ തന്നെ അതിലൊരു തിന്മയായി മനസ്സിൽ ബേജാറുണ്ടാക്കുക അത് ചെയ്യുമ്പോൾ. രണ്ടാമത്തതോ, ആരെങ്കിലും കാണരുത് എന്നൊരാഗ്രഹം നമുക്ക് വരിക. ഒരു കാര്യം ചെയ്യുമ്പോൾ, നന്മ ചെയ്യുമ്പോഴല്ല, ഒരു തിന്മയാകാൻ സാധ്യതയുള്ള ഒരു സംഗതിയിൽ നമ്മൾ പങ്കാളികളാകുമ്പോൾ അത് മറ്റൊരാളും അറിയരുത് എന്നാണ് നമ്മൾ വിചാരിക്കുന്നതെങ്കിൽ അതിനെന്തോ ഒരു തിന്മയുടെ സ്മെല്ലുണ്ടെന്നാണ്.
അത്തരം സംശയങ്ങളുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കുക. അപ്പൊ നമ്മൾ അതിനെന്താ ശ്രദ്ധിക്കേണ്ടത്? ഈമാൻ നുരുമ്പി പോകാനുള്ള സാഹചര്യം പിറക്കുന്ന പ്രോഗ്രാമുകളിലും സ്ഥലങ്ങളിലും പരമാവധി സ്കിപ്പ് ചെയ്ത് ഒഴിവാക്കി, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി മാത്രം തിരിച്ചു വന്ന്. ഇപ്പൊ കുടുംബക്കാരിലൊക്കെയാണ് കുടുംബബന്ധം നിർബന്ധമായിട്ട് പുലർത്തണം. ഒരു ചെറിയ തിന്മ അവിടെ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ആ കുടുംബബന്ധം മുറിക്കാനൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ എന്ത് ചെയ്യാം? ആ തിന്മയുള്ള സമയത്ത് പോകാതെ അതിന്റെ തൊട്ടു മുമ്പ് പോവുകയും, ആ തിന്മയുള്ളത് കൊണ്ടാണ് ഞാനും എന്റെ മക്കളും നാളെ വരില്ല എന്ന് പറഞ്ഞതും, അതുകൊണ്ട് ആ തിന്മയല്ലാത്ത മറ്റെല്ലാത്തിനും ഞങ്ങൾ റെഡിയാണെന്നും സഹായിക്കേണ്ടത് സഹായിച്ചുമൊക്കെ പറഞ്ഞ് ആ തിന്മയെ അവർ ഉണർത്തിക്കൊണ്ട് തിരിച്ചു വരലാണ് ഒരു സത്യവിശ്വാസി ചെയ്യേണ്ട ധർമ്മം. അങ്ങനെയാകാൻ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നന്മകൾ തുടരാൻ ഏറ്റവും പ്രധാനം അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച്, പെരുന്നാൾ കഴിഞ്ഞു, നോമ്പ് തുറകളൊക്കെ കഴിഞ്ഞു, ഇനിയും നമ്മൾ നമ്മുടെ കുടുംബക്കാരെ വിളിക്കുകയാണ്, ഒരു ദിവസം നമുക്കൊന്ന് കൂടണം. വലിയ ചെലവും വലിയ പരിപാടിയും അല്ല, നമ്മളൊരു ചായയും ഒക്കെ ആയിട്ടൊന്ന് ഇരുന്ന് ഒന്ന് സംസാരിച്ച് നമ്മുടെ മക്കളുടെ ഈമാനൊക്കെ ദുർബലപ്പെടാതിരിക്കാനുള്ള ചർച്ചകളൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ വരണം പ്രിയപ്പെട്ടവരെ. അങ്ങനെ നന്മകളുടെ പാന്താവൊരുക്കാൻ ഈ റമദാൻ കഴിഞ്ഞുള്ള ഈമാൻ കൊണ്ട് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഈമാൻ വർദ്ധിക്കാനുള്ള സാഹചര്യത്തിൽ നിന്നും വിട്ട് വീണ്ടും മറ്റ് ക്ലബ്ബുകളിലും സിനിമാ സീരിയലുകളിലും തിയേറ്ററുകളിലും ഒക്കെ ആളുകൾ സജീവമാകാൻ സാധ്യതയുണ്ട്. മൂടിക്കെട്ടിയിരിക്കുന്ന ടെലിവിഷന്റെ മുകളിലുള്ള തുണി എടുത്തു മാറ്റുന്ന ദിവസങ്ങളാണ് ഇനി. ചിന്തിച്ചു നോക്ക്, വോള്യം കുറച്ചിരുന്ന ടാപ്പ് റെക്കോർഡറിന്റെ വോള്യം കൂട്ടുന്ന സമയമാണ്. അങ്ങനെ എല്ലാം കൊണ്ടും സീഡിയിൽ നമ്മുടെ കാറിൽ കുത്തിവെച്ചിരിക്കുന്ന പരിശുദ്ധ ഖുർആനിന്റെ പാരായണം പറയുന്ന പെൻഡ്രൈവുകൾ വലിച്ച് അത് ഡിക്കിയിലിട്ട് അടുത്ത പെൻഡ്രൈവ് കുത്തുന്ന സമയമാണ്. അതൊക്കെയുമാണ് നമ്മൾ ഇനി ശ്രദ്ധിക്കുന്നത്. ഇതൊക്കെ സ്റ്റെപ്പായിട്ട് പിശാച് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുക. അതിൽ നിന്ന് നമ്മളെല്ലാവരും പ്രിയപ്പെട്ടവരെ എന്ത് ചെയ്യണം? സമ്പൂർണമായ ജാഗ്രതയോടുകൂടി നമ്മൾ കൊണ്ടുവരണം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്, ഫതാല അലൈഹിമുൽ അമദു ഫഖസത് ഖുലൂബുഹും വകസീറുൻ മിൻഹും ഫാസിഖൂൻ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഹദീദിൽ പറയാണ്, അങ്ങനെ അവരുടെ ഹൃദയങ്ങൾ കടുത്തുപോയി, അവരിൽ അധികം ആളുകളും ദുർനടപ്പുകാരായിരുന്നു. ഹൃദയം എങ്ങനെ അറിയാതെ എന്ത് ചെയ്യും? കടുത്തു പോകും. തെറ്റുകൾ ചെയ്താൽ ബേജാറല്ലാത്തവരാവും. ബേജാറ് പോകാനുള്ള മെയിൻ കാരണം എന്തായിരിക്കും അറിയോ? ഇടത്തും വലത്തും നോക്കുമ്പോൾ ഓരോ അത് ചെയ്യുന്നുണ്ടാവും. അപ്പൊ നമുക്കൊരു സമാധാനം. മുപ്പരുണ്ടേന് അവിടെ, മുപ്പരുണ്ടേന് ഇന്നലെ ഗാനമേളയിൽ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? നമ്മളെ കുറ്റബോധം പോകും. ആരുമില്ല, നമ്മൾ മാത്രമാണ് ആ തിയേറ്ററിൽ. നമ്മൾ വിചാരിക്കണം, എന്ത് പടച്ചോനെ, നോമ്പ് കഴിഞ്ഞിട്ട് അവരാരും ഇവിടെ എത്തിയില്ല, ഞാൻ വീണ്ടും ഈ തെറ്റിലായിപ്പോയല്ലോ റബ്ബേ എന്ന്. ആ ഒരു ബേജാറ് ഉണ്ടാണെങ്കിൽ എന്ത് വേണം പ്രിയപ്പെട്ടവരെ? അള്ളാഹിനെ പറ്റിയുള്ള കൃത്യമായ ഹൗഫ് വേണം. നമ്മളുടെ ഓരോ സെക്കൻഡും അള്ളാഹു നിരീക്ഷിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്ക്, കഴിഞ്ഞ മാസം റമദാനിലൊക്കെ മരിച്ചുപോയ ആളുകളെ പോലെ നമ്മൾ ഈ റമദാനൊക്കെ കഴിഞ്ഞ് സ്ഫുടം ചെയ്ത് ഈ ആഴ്ചയിൽ തന്നെ കുറച്ച് പാപങ്ങൾ അങ്ങോട്ട് ചെയ്ത് തൊട്ടടുത്ത ആഴ്ചയാണ് നമ്മുടെ മരണം അള്ളാഹ് നിശ്ചയിച്ചതെങ്കിൽ അവസാനം ഏത് പാപം മുകളിൽ കിടക്കുക? ഈ ചെയ്ത പാപങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പോവുക. ഈമാൻ ദുർബലപ്പെട്ടവരായി നമ്മൾ മരിക്കുന്ന അവസ്ഥ ഉണ്ടാകും. അള്ളാഹു അതിൽ നിന്ന് നമ്മൾ എല്ലാവരെയും കാത്തുരക്ഷിക്കണമെങ്കിൽ നിതാന്ത ജാഗ്രത പ്രിയപ്പെട്ടവർ ഈ കാര്യങ്ങളിൽ നമുക്ക് വേണം. അതിനാണ് എന്ന് ഖുർആൻ പറഞ്ഞത്. ഉപദേശം നൽകി നീ ഓർമ്മിപ്പിക്കുകയും ചെയ്യുക. നിശ്ചയം ഓർമ്മിപ്പിക്കൽ സത്യവിശ്വാസികൾക്ക് ഫലം ചെയ്യും. ഇപ്പൊ ഞാൻ ഈ ഖുത്ബയിൽ പറഞ്ഞ എല്ലാ വാചകവും നിങ്ങൾക്ക് അറിയുന്ന വാചകം, എല്ലാ ഡയലോഗും നിങ്ങൾ പലതവണ കേട്ട ഡയലോഗാണ്. പക്ഷെ ഖുർആൻ പറയാണ് ഓർമ്മിപ്പിക്കും. നീ ഓർമ്മിപ്പിക്കുകയും ചെയ്യുക, ഉപദേശം നൽകിയിട്ട് ഓർമ്മിപ്പിക്കുക, എങ്കിൽ സത്യവിശ്വാസികൾക്ക് അത് ഫലം ചെയ്യും. ഇന്ന് ചിലപ്പോൾ എന്തെങ്കിലും ചെയ്യണം, ഈ പറഞ്ഞതൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ച ആളുകൾ ഈ ഖുത്ബ സാഗൂത അവർ ശ്രദ്ധിച്ചിട്ട് അവർ വിചാരിക്കും, ശരിയാണ് ഇയാൾ പറഞ്ഞത്, ശരിയാണ് ആ ഖുത്ബയിൽ നമ്മൾ കേട്ടത്, ഇന്ന് വേണ്ട, അതിന് നിൽക്കണ്ട. പ്ലാൻ ചെയ്തിരിക്കുന്ന കുടുംബത്തോട് പറയാം, അത് വേണ്ട, ആ പരിപാടി മാറ്റിയിട്ട് നമുക്ക് ഇന്നേടത്തേക്ക് പോകാം, ഇപ്പുറത്തേക്ക് പോകാം എന്ന് പറഞ്ഞ് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. ഇനി ഓരോ ബാപ്പമാരും ശ്രദ്ധിക്കേണ്ട ഒരു സാധനമുണ്ട്, എല്ലാം നമ്മൾ നൽകിയിട്ടുണ്ട് നമ്മുടെ മക്കൾ, അല്ലേ? നമ്മൾ മരിച്ചാലും അവർക്കും അവരുടെ പേരമക്കൾക്കും നമ്മുടെ പേരമക്കൾക്കും അവരുടെ പേരമക്കൾക്കും ജീവിക്കാൻ മാത്രമുള്ള സമ്പാദ്യവും പ്രോപ്പർട്ടികളും ഉള്ളവരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. നമ്മളെല്ലാരും ആലോചിക്കുക,
ആലോചിച്ച് നോക്കി, നമ്മൾ മരണപ്പെട്ടാൽ നമ്മുടെ പ്രോപ്പർട്ടികൾ അവർ ഉപയോഗിക്കും, ഒരു സംശയമില്ല. നമ്മളുടെ വരുമാനങ്ങൾ അവരുടെ വരുമാനങ്ങളായി മാറും, നമ്മളുടെ സ്ഥാപനങ്ങൾ അവരുടെ സ്ഥാപനങ്ങളായി മാറും, നമ്മുടെ വാഹനങ്ങൾ അവരുടെ വാഹനങ്ങളായിട്ട് മാറും. നമുക്കെന്താ കിട്ടുക പ്രിയപ്പെട്ടവരെ? നമ്മുടെ മക്കൾക്ക് കിട്ടിയത് അവരുടെ പേരക്കുട്ടികൾക്കും അവരുടെ ഭർത്താക്കന്മാർക്കും അവരുടെ ഭാര്യമാർക്കും ആസ്വദിക്കാൻ സാധിക്കും, ഒക്കെ നല്ലതാണ്. പക്ഷേ നമ്മൾ ചെയ്തു തുടങ്ങി വെച്ചൊരു നന്മ നമ്മളുടെ മരണശേഷം നമ്മൾ മക്കൾ ചെയ്യുന്നു, അതിന്റെ പ്രതിഫലം നമ്മുടെ അക്കൗണ്ടിൽ വരുന്നു. അതിനുശേഷം നമ്മുടെ പേരമക്കൾ ചെയ്യുന്നു, അതിന്റെ പ്രതിഫലം നമുക്ക് കിട്ടുന്നു. അതിനുശേഷം അവരുടെ മക്കൾ ചെയ്യുന്നു, അതിന്റെയും പ്രതിഫലം 5-8 കൊല്ലം മുമ്പ് മരിച്ച നമുക്ക് കിട്ടുന്നു എന്ന് 5-8 കൊല്ലത്തിന് ശേഷം മക്കൾക്കും പറയാൻ പറ്റുന്ന രൂപത്തിൽ ബോധ്യമാകുന്ന തരത്തിലുള്ള നന്മകൾക്ക് നമ്മൾ തുടക്കം വെക്കണം. ഒരു സംശയവും വേണ്ട. 5-10 സ്ഥാപനങ്ങളുള്ളതിൽ 11ാമത്തെ സ്ഥാപനത്തെക്കാളും നല്ലത് എന്റെ പേരിൽ ഒരു പള്ളി, ഇൻഷാ അല്ലാഹ്, ഒരു 1.5 സെന്റ് സ്ഥലത്ത്, ഒരു 2 സെന്റ് സ്ഥലത്ത്, നമ്മുടെ നാട്ടിലത് പോരെങ്കിൽ അത് മതിയാകുന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഒരു ഇരുമ്പിൽ അല്ലെങ്കിൽ ഏറ്റവും ചെലവ് കുറഞ്ഞ ഒരു സംവിധാനത്തിൽ ഒരു പള്ളി അല്ലെങ്കിൽ ഒരു മദ്രസ അല്ലെങ്കിൽ അവിടേക്ക് വേണ്ട ഏതെങ്കിലും സംവിധാനങ്ങൾ, അങ്ങനെ ഏതെങ്കിലും നന്മകൾ, വെള്ളം കിട്ടാത്ത സ്ഥലത്ത് ഒരു കിണർ, പൊതുജനം, പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന പ്രദേശങ്ങളിൽ എന്റെ വക ഒരു ദിവസം ഒരു ഡോക്ടർ ഏതെങ്കിലും ഒരു വീട്ടിൽ പോയിട്ട് അവിടുത്തെ ആളുകളെ സൗജന്യമായിട്ടോ ഫീസ് കൊടുത്തിട്ടോ ചികിത്സിക്കട്ടെ എന്ന് തീരുമാനിച്ചുകൊണ്ട് ഒരു ഡോക്ടർ അവിടെ എത്തിക്കാനുള്ള ഒരു പാതയം ഉണ്ടാക്കുക, അല്ലെങ്കിൽ സൗജന്യമായിട്ട് ചികിത്സകൾ, മെഡിസിനുകൾ നൽകുന്ന ഒരു സംവിധാനം. എല്ലാ മാസത്തിലും ഇത്ര 1ാമത്തെ ദിവസം 10ാമത്തെ ദിവസം അവിടെ പോയാൽ ഒരു ഡോക്ടറും ഒരു മെഡിസിനും ഉണ്ട്. ആരെ വകയാണ്? നമ്മുടെ വക. സുബ്ഹാനല്ലാഹ്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ ചിന്തിക്കും, വാപ്പ എല്ലാ 1ാം തീയതിയും അവിടെ ഒരു ഡോക്ടറെ കൊണ്ടുവരാറുണ്ട്, കൊണ്ടുപോകണം എനിക്കും. നമ്മുടെ മക്കൾ കൊണ്ടുപോകും, നമ്മുടെ പേരമക്കൾ കൊണ്ടുപോകും. അങ്ങനെ പ്രിയപ്പെട്ടവരെ, വേരോടുന്ന നന്മകൾ അതിന് തുടക്കം വെക്കാൻ നമുക്ക് സാധിക്കണം. ഭൗതികമായ സംവിധാനങ്ങൾ ഒരുക്കി വെക്കുന്നതിനേക്കാളും പ്രധാനം നമ്മുടെ ആത്മീയമായ ലോകം, നമ്മുടെ പാരത്രിക ലോകമാണ് എന്നത് ഉറപ്പിക്കുകയും അവിടേക്ക് നമ്മൾ പോയാലും പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കുന്ന സംവിധാനങ്ങൾ നമ്മൾ ചെയ്തു വെക്കുകയും ചെയ്യുക. അതിലാണ് ഉത്തമമായ പ്രതിഫലമുള്ളത് എന്ന് മനസ്സിലാക്കുക. ഇനിയോ നന്മയുടെ അവസരങ്ങൾ ബോധപൂർവം ഉണ്ടാക്കുക എന്നതാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഫഇദാ ഫറഗ്ത ഫൻസബ്. ആകയാൽ നിനക്ക് ഒഴിവ് കിട്ടിയാൽ നീ അധ്വാനിച്ചു കൊള്ളുക. അതിനൊരു സ്പേസ് നമ്മൾ കാണണം. നമ്മളെല്ലാറ്റിലും ഇടപെടുന്നവരാണ്, രാഷ്ട്രീയത്തിൽ, അതേപോലെ തന്നെ ഭൗതികമായ മറ്റു പല പരിപാടികൾ, ബിസിനസ്സുകളിൽ, ബിസിനസ് തന്നെ പല തരത്തിലുള്ള ബിസിനസ്സുകളിൽ. എന്നാൽ ഒരു ചെറിയ സമയം നമ്മുടെ ഈ പള്ളിയിൽ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ പള്ളിയിൽ, അല്ലെ ആ മദ്രസയുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ ആ ഞായറാഴ്ചയിലെ ഖുർആൻ ക്ലാസ്സിൽ, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഏതെങ്കിലും ഒരു ക്ലാസ് സംഘടിപ്പിക്കുന്നതിൽ, എന്തിലെങ്കിലും ഒന്നിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ഭാഗവാക്കാകുന്ന തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നമുക്ക് മാറാൻ കഴിയണം. അതും നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ചു കൊണ്ടുവരേണ്ട ഒന്നാണ്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനിയോ നിർബന്ധ കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഐച്ഛികമായ കർമ്മങ്ങളും കൂടി അതിനോട് ചേർത്ത് വെക്കാൻ. അതേപോലെ തന്നെ പകലത്തെ ജോലി തിരക്കുകളും മറ്റും കഴിഞ്ഞാൽ രാത്രി ഞാൻ ഫ്രീ ആകും, രാത്രിയിൽ അള്ളാന്റെ മുമ്പിലൊന്നും ഇരിക്കാൻ. നിങ്ങൾ ചിന്തിച്ചു നോക്കി, രാത്രി നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ ഈ ജമാഅത്തുകൾ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു അരമണിക്കൂർ മുസല്ലയിട്ട് കുറച്ച് ഖുർആൻ ഓതി, കുറച്ച് പ്രാർത്ഥിച്ച് മക്കളൊക്കെ ഉറങ്ങുമ്പോൾ നമ്മളുടേതായ കാര്യങ്ങൾ, ഭൗതികമായ കാര്യങ്ങൾ, ഉത്തരവാദിത്തമൊക്കെ മാറി പാരത്രികമായ ലോകത്തേക്ക് നമുക്ക് വല്ലതും വേണം എന്ന വിചാരത്തോടുകൂടി, പടച്ചോനെ ഇന്ന് ഞാൻ എന്തെങ്കിലും ചെയ്തു പോയതുണ്ടെങ്കിൽ പുറത്തു തരണേ എന്നൊക്കെ പറഞ്ഞ് എന്നും അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു മുസൽമാനായി ജീവിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. ഇനിയോ നമസ്കാരങ്ങൾ കഴിഞ്ഞാൽ എഴുന്നേറ്റ് പോകുന്ന ഒരു പ്രവണത നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പല പള്ളികളിലും പല ബിദ്അത്തുകളും നമസ്കാര ശേഷം നടക്കുന്നുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്, ഒരു സംശയമില്ല. പക്ഷേ ബിദ്അത്തുകളിൽ നമ്മൾ ഏർപ്പെടരുത്. കുല്ല ബിദ്അത്തിൻ വലാല ഫകുല്ല വലാലത്തിൻ ഫിന്നാർ. അത് നമ്മളെ നരകത്തിലെത്തിക്കും, ഒരു സംശയവും വേണ്ട. ദീനിന്റെ കാര്യമാണ്, നല്ലതാണെന്നൊക്കെ ബോധ്യം വരും, തോന്നും, രസമുണ്ടാകും, നല്ല വികാരം കൊള്ളും, ഒക്കെ ശരിയാണ്. പക്ഷെ അള്ളാഹും റസൂലും ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ അത് നരകത്തിലെത്തിക്കും. പക്ഷേ അള്ളാഹുവും റസൂലും അവന്റെ സഹാബത്തും ചെയ്ത പലതുമുണ്ട് പ്രിയപ്പെട്ടവരെ, അതില്ലാത്തവരായിട്ട് നമ്മൾ പോകരുത്. അള്ളാഹുവിന്റെ റസൂലിന്റെ പേര് കേട്ടാൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുറക്ക ചെല്ലേണ്ടവരാണ് നമ്മൾ. ചെല്ലണം നമ്മളെല്ലാവരും. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള സ്വലാത്തുകൾ വർദ്ധിപ്പിച്ച്, അദ്കാറുകൾ വർദ്ധിപ്പിച്ച്, ഇരുന്ന് പ്രാർത്ഥിച്ച് നമ്മൾ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ഒക്കെ ചൊല്ലി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച് എഴുന്നേറ്റ് പോകുന്ന ഒരു സംവിധാനം സത്യവിശ്വാസികൾക്ക് ഉണ്ടാകണം. ഈ കാര്യങ്ങളിൽ പ്രിയപ്പെട്ടവരെ ശ്രദ്ധ പുലർത്താൻ സാധിച്ചാൽ നമുക്ക് നല്ലൊരു സത്യവിശ്വാസിയായി ജീവിക്കാൻ സാധിക്കും. ആരാണ് സത്യവിശ്വാസി എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും
فإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون. നിശ്ചയമായും സത്യവിശ്വാസികൾ എന്താണ്, അവരിൽ അല്ലാഹുവിന്റെ ആയത്തുകൾ ഓതിക്കേൽപ്പിക്കപ്പെട്ടാൽ അവർക്ക് എന്ത് ചെയ്യും? അല്ലാഹു അവരുടെ ഹൃദയങ്ങൾ നടുങ്ങും, ബേജാറിലാകും ആയത്തുകൾ കേട്ടാൽ. ഇനിയോ വജിലത്ത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാനാ. അവരുടെ ഈമാൻ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അവരുടെ ഈമാനിന് അല്ലാഹു എന്തെയും വർദ്ധനവ് നൽകും. ശരിയാണ്, ആ കേട്ടത് ശരിയാണ്. നിങ്ങൾ ആലോചിക്കേ, നമ്മൾ ഇന്നത്തെ ഖുതുബ വരെ ഉപേക്ഷിച്ചിട്ടാണ് ഇന്നത്തെ പെരുന്നാൾ ആഘോഷിച്ചതെങ്കിൽ ഈ പറഞ്ഞതൊക്കെ നമുക്ക് ഓർമ്മയിലേക്ക് വരാത്തവരായിട്ട് നമ്മൾ മാറിപ്പോകും. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഒരുപാട് ആളുകൾ ഈദിന്റെ ആഘോഷത്തിൽ അവരുടെ യാത്രകളിലൊക്കെയാണ്. അതുകൊണ്ട് ഇവിടെ ആളുകൾ തന്നെ നമുക്കറിയാം ഒരല്പം കുറവൊക്കെ നമ്മൾ കാണുന്നത്. എന്തായാലും അല്ലാഹു അവർക്കെല്ലാവർക്കും ധന്യത വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. ഈമാൻ നുരുമ്പിപ്പോകുന്നതിൽ നിന്ന് അല്ലാഹു എല്ലാവർക്കും കാവൽ നൽകുമാറാവട്ടെ. മുഅ്മിനുകളുടെ ലക്ഷണം പറഞ്ഞതാണ്. ഖുർആന്റെ ആയത്ത് കേട്ടാൽ സംഗതി ശരിയാണ്. ഖുർആൻ പറഞ്ഞ വല്ലാത്തൊരു പ്രയോഗമാണ്. ഒന്നിരുന്ന് നിങ്ങൾ പ്രിയപ്പെട്ടവരെ ഒന്നിരുന്ന് വായിച്ചു നോക്കുക അർത്ഥസഹിതം. ബേജാറാക്കുക. എന്റെ ആത്മാർത്ഥമായിട്ട് എനിക്ക് പറയാൻ പറ്റും, ഖുർആൻ അർത്ഥസഹിതം വായിക്കാനിരുന്നു, അർത്ഥസഹിതം അല്ലാതെയും വായിക്കാനിരുന്നു. അർത്ഥസഹിതം അല്ലാതെ വായിക്കാനിരുന്ന ആൾ ഖുർആൻ പൂർത്തിയാക്കി. അർത്ഥസഹിതം തന്നെ അയാൾ തന്നെ വായിക്കാനിരുന്നു, അയാൾക്ക് നീങ്ങാൻ കഴിയുന്നില്ല, വായിക്കാൻ കഴിയുന്നില്ല. അവർ പറയാൻ എന്നോട് പറഞ്ഞതാ. എന്താ പറയുന്നത്? വായിച്ചിട്ട് ചില ആയത്തിന്റെ അർത്ഥം കേട്ടിട്ട് അത് എന്നെ 2-3 തവണ വായിച്ചിട്ട് ഇങ്ങനെ അമ്പരന്ന് പോവാണ്, നീങ്ങുന്നില്ല. അടുത്ത ആയത്തിലേക്ക് അവർക്ക് പ്രവേശിക്കാൻ കഴിയില്ല. അതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഖുർആൻ. അതുകൊണ്ട് നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്ന ആയത്തുകളുടെ ഗാംഭീര്യം അറിയണമെങ്കിൽ അതിന്റെ തഫ്സീറുകൾ നമുക്കറിയാവുന്ന ഭാഷയിൽ, ഇംഗ്ലീഷിൽ, മലയാളത്തിലൊക്കെ ലഭ്യമാണ്. അതുപോലെ തന്നെ ഇനി ചിലത് നമുക്ക് വായിച്ച് അർത്ഥം വായിക്കുമ്പോൾ നമുക്ക് അതിന്റെ കൃത്യമായ ഒരു കോൺട്രാസ്റ്റിൽ നമ്മളെ മൈൻഡ് എത്തിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ ഖുർആൻ ക്ലാസ്സുകൾ വെക്കുന്നത്. ഉസ്താദ് ഇരുന്ന് നമ്മളെല്ലാവരും ഇരുത്തി ഒരായത്ത് വായിക്കുന്നു, ഓതിപ്പിക്കുന്നു, അതിന്റെ അർത്ഥം, അത് വരാനുണ്ടായ കാരണം, അതുമായി ബന്ധപ്പെട്ട ചരിത്രം. പ്രിയപ്പെട്ടവരെ, ആ ആയത്ത് പ്രിന്റ് ചെയ്യപ്പെടും നമ്മുടെ കൽബിൽ. ആ സംവിധാനം നമ്മുടെ ഈ പള്ളിയിലുണ്ട്. നിങ്ങൾ ആരും അറിയോ? ആ സംവിധാനം ഈ പള്ളിയിലുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അതിനുശേഷം നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട എല്ലാ സംശയവും തീർക്കാം. അദ്ദേഹത്തെ പേഴ്സണലായി വിളിച്ച് ചോദിക്കാം. ആ ആയത്തുകൾ ബൈഹാർട്ടാക്കണമെങ്കിൽ ബൈഹാർട്ടാക്കാം. അതോടുകൂടി എന്ത് ചെയ്യുന്ന വെച്ചാൽ ആ വായിക്കപ്പെടുന്ന ഒരു രീതിശാസ്ത്രം നമ്മൾ ഈ ബാംഗ്ലൂരിൽ 1 വർഷമാണെന്ന് വിചാരിച്ചോളി, അടുത്ത വർഷം അതേ രീതിശാസ്ത്രം സ്വന്തമായി നമുക്ക് തുടരാൻ കഴിയും. മൂപ്പര് വായിച്ചതുപോലെ വായിക്കുക, അതിന്റെ തഫ്സീർ വായിക്കുക, അർത്ഥപദങ്ങൾ നോക്കുക. അങ്ങനെ എല്ലാ ആയത്തിനെയും പ്രിയപ്പെട്ടവരെ നമുക്കെല്ലാവർക്കും കണ്ടെത്താൻ സാധിക്കും. അതുകൊണ്ടാണ് തൊട്ടടുത്ത ആയത്തിൽ പറഞ്ഞത് അല്ലദീന യുഖീമൂന സ്വലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. അതായത് നമസ്കാരം നിലനിർത്തുകയും താങ്കൾക്ക് നൽകിയതിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്യുക. ഇതൊക്കെ ഈ മുഅ്മിനുകളുടെ അടയാളമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് കാണിച്ചു തരികയാണ്. അതുകൊണ്ട് ഖുർആൻ പഠനം, അതിന്റെ ചർച്ചകൾ ഇൻഷാ അല്ലാഹ് ഇവിടെ അതിനുള്ള എല്ലാ സംവിധാനവും ഈ പള്ളിയിലുണ്ട്. നമുക്കൊരു ഉദറും പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഈ പള്ളിയുടെ കാര്യങ്ങൾ എടുത്തെടുത്ത് പറയുന്നത്. ഇവിടെ ഖുർആൻ ക്ലാസുകളുണ്ട്, മദ്രസകളുണ്ട്, വനിതാ ക്ലാസുകൾ സംഘടിപ്പിക്കപ്പെടാറ്. ഇങ്ങനെ എല്ലാ സംവിധാനവും ഉള്ളൊരു പള്ളിയാണിത്. ആ പള്ളിയെ ഈ നാട്ടിലുള്ള ഇവിടെ ഖുതുബ കേൾക്കാൻ ശ്രമിക്കുന്ന ആളുകൾ എന്ന നിലക്ക് നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കണം. അങ്ങനെ ഈമാൻ ഉരുമ്പിപ്പോകാത്തവരായി, നേരെ മറിച്ച് അള്ളാനെ പറ്റി കേൾക്കുമ്പോൾ ഹൃദയം നടുങ്ങുന്ന, നിശ്ചലാവസ്ഥയിൽ നിന്നും ജീവസുറ്റ ഹൃദയമായി മാറുന്ന, അതോടൊപ്പം സാദത്തുഹും ഈമാനാ, ഈമാൻ വർദ്ധിക്കുന്നവരായ ഒരു നല്ല വിഭാഗമായി നമുക്ക് ജീവിക്കണം. അല്ലാഹു അതിന് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് الذي علم بالقلم علم الإنسان ما لم يعلم أيها الناس اتقوا الله عباد الله أوصيكم وإياي ثانيا بتقوى الله. സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ഈമാൻ പരിപൂർണമായി നെഞ്ചേറ്റിക്കൊണ്ട് ജീവിക്കുവാൻ ശ്രദ്ധിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. നമുക്കറിയാം, പരിശുദ്ധ റമളാൻ കഴിഞ്ഞാൽ പിശാചുക്കളെ കെട്ടയിച്ചു വിട്ടിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടായി. എല്ലായിടത്തും തിന്മകൾ പെരുകുന്ന ഒരവസ്ഥ. നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, ഒരു കാരണവശാലും പ്രിയപ്പെട്ടവരെ ആ പൈശാചികതയിലേക്ക് നമ്മൾ ആരും ചെന്ന് ചേരാതിരിക്കാനുള്ള ജാഗ്രതയാണ് ആദ്യമായി നമുക്ക് വേണ്ടത്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞില്ലേ, യാ ബനി ആദമ ലാ യഫ്തിനന്നകുമുശ് ശൈത്വാനു കമാ അഖ്റജ അബവൈകും മിനൽ ജന്ന. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന സൂറത്തു അറാഫിൽ, ആ പിശാചുക്കൾ നിങ്ങളുടെ മാതാപിതാക്കളെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയതുപോലെ നിങ്ങളെയും അവൻ കുഴപ്പത്തിലാക്കാതിരിക്കട്ടെ. ആദം ഹവ്വ അലൈഹിസ്സലാത്തു വസ്സലാം, അല്ലെ, ആദം നബിയെയും ഹവ്വയെയും സ്വർഗത്തിൽ അവരിങ്ങനെ ജീവിക്കുക.
വിശാലമായ സ്വർഗത്തിൽ ജീവിക്കുന്നിടത്തുനിന്നാണ് അവർ പിശാചിന്റെ ചില വാക്കുകളെ പിൻപറ്റുകയും വിശ്വസിക്കുകയും ചെയ്തവർ സ്വർഗത്തിൽ നിന്ന് പുറത്തായി. അതുപോലെ സ്വർഗത്തിലേക്ക് പുറപ്പെട്ട ആളുകളാണ് നമ്മളെല്ലാവരും. അള്ളാന്റെ തൗഫീഖ് കൊണ്ട് ഓരോരുത്തരും കഴിയാവുന്നതൊക്കെ ചെയ്തോരാൻ കുറെ ആളുകൾ ഒരുപാട് ഇബാദത്തുകൾ സജീവമായതാണ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ 4-5 നിലകളിൽ ചില പ്രായമുള്ള ആളുകൾ അവർക്ക് വയ്യാതെ കയറിയിറങ്ങുന്നത് നമ്മൾ കണ്ടു. കഴിഞ്ഞ റമളാനിൽ കൂലി ഉദ്ദേശിച്ച പ്രിയപ്പെട്ടവരെ എന്തെങ്കിലും ആളുകൾക്ക് ചെയ്തു കൊടുക്കാനുള്ള ഖിദ്മത്തിന് എനിക്കും ഭാഗവാക്കാകണമെന്ന് വിചാരിച്ച് അധ്വാനിച്ചവർ, അതേപോലെ തന്നെ സമ്പത്തിന്റെ വലിയ ഓഹരി ഇവിടുത്തെ ആളുകൾക്ക് ഇഫ്താറുകൾ ഒരുക്കാനും ഇവിടുത്തെ സംവിധാനങ്ങൾ സജീവമാകാനും വേണ്ടി സാമ്പത്തികമായി ചെലവഴിച്ച ആളുകൾ, പാവപ്പെട്ടവനെ ചേർത്ത് പിടിച്ചവർ, കൃത്യമായി അർഹരായ ആളുകൾക്ക് അവരുടെ സ്വതക്കകളും സകാത്തുകളും കൊടുത്തവർ, എത്തിച്ചവർ, മുഖത്തോട് മുഖം കാണാതെ മറ്റുള്ള ആളുകളുടെ കൈകളിലൂടെ ഈ സൽക്കർമ്മം സജീവമാക്കിയവർ, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു അവർക്കെല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കടം കൊണ്ട് കുടുങ്ങിയവരെ കാത്തവരുണ്ട്, അതേപോലെ തന്നെ പ്രയാസങ്ങളുള്ളവർക്ക് താണിയായവരുണ്ട്, വസ്ത്രം വാങ്ങാൻ കഴിയാത്തവർക്ക് വസ്ത്രം നൽകിയവരുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. നാഥാ, അവർക്കെല്ലാവർക്കും നീ ഇരട്ടി പ്രതിഫലം നൽകി അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത് അവിടെയാണ്. നന്മയുടെ ഒരു റൂട്ട് വെട്ടിയിരിക്കുകയാണ് നമ്മൾ. അവിടെ നിന്ന് നമ്മൾ വ്യതിച്ചു പോരുത്. ആദമും ഹവ്വയും നരക സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുണ്ട് പിശാചിനെ പിൻപറ്റിയപ്പോൾ. നമ്മളെ സംബന്ധിച്ചിടത്തോളം പിശാച് ഒന്ന് അടുത്തൂടി പോയാൽ മതി, നമ്മൾ അവന്റെ കൂടെ പോകും. ഉറപ്പാണ് നമ്മൾ തെറ്റിപ്പോകും. അതുകൊണ്ട് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കുക. കാരണം ഇന്നഹു യറാകും ഹുവ വഖബീലുഹു മിൻ ഹൈഥു ലാ തറൗനഹും. അവനും അവന്റെ കൂട്ടരും നിങ്ങൾ അവൻ അങ്ങോട്ട് കാണുന്ന വിധത്തിൽ, അങ്ങോട്ട് നമ്മൾ കാണാത്ത വിധത്തിൽ അവർ നമ്മളെ കാണുന്നതാണ്. നമ്മൾ പിശാചുക്കളെയും കൂട്ടരെയും നമ്മൾ കാണുന്നില്ല. നമ്മൾ എങ്ങനെ കാണുന്നില്ലയോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് നമ്മളെ കൃത്യമായിട്ട് കാണുന്നുണ്ട്. ഓരോരുത്തരുടെയും വീക്ക്നെസ്സിനാണ് അള്ളാഹു പിടിക്കുക. ശരി, അറിയോ? ശരിക്കും ആലോചിച്ചു. സാമ്പത്തികമായിട്ട് നല്ല സാമ്പത്തിക ഭദ്രത ഉള്ള ആളാ സാമ്പത്തികമായ ഒരു സാധനം വെച്ചിട്ടാ പിടിക്കുക പിശാച്. അതിലങ്ങോട്ട് തെറ്റിപ്പോകും നമ്മൾ. ഇനി സൗന്ദര്യമാണ് ഒരാൾക്ക് അള്ളാഹു കൊടുത്തെങ്കിൽ ആ സൗന്ദര്യത്തിന്റെ വീക്ക്നെസ്സിൽ പിശാച് പിടിക്കും. ആ സൗന്ദര്യമായിരിക്കും ഓൻ തിന്മ ചെയ്യാനുള്ള കാരണമായിട്ട് മാറാൻ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മൾ ഓരോന്ന് ആലോചിച്ച് ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങളിലെ വീഴ്ചകളെയാണ് അള്ളാന്റെ പിശാച് ശൈത്താൻ അവിടെയാ പിടിക്കുക. അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടിയാൽ അപ്പം വരും നമ്മൾ അതുവരെ കാണാത്തൊരു സ്വപ്നം, അതുവരെ കാണാത്തൊരു വിചാരവും ചിന്തയും. അതിങ്ങനെ സലാം വീട്ടുന്നവരുണ്ടാവും. സലാം വീട്ടിയാൽ പിശാച് പണിയെടുത്തിട്ട് പോയി. കാരണം എന്താ? അള്ളാഹിനോട് സുബ്ഹാനകല്ലാഹുമ്മ റബ്ബനാ വബിഹംദികല്ലാഹുമ്മ ഗഫിർലി, അല്ലാഹുവേ നിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നതോടൊപ്പം നിന്നെ ഞാൻ സ്തുതിക്കുന്നു, നീ എനിക്ക് പുറത്തു തരണേ എന്ന് ആത്മാർത്ഥമായിട്ട് സുജൂദിലും റുകൂയിലും പ്രാർത്ഥിക്കാനായി കൈകെട്ടിയ വിശ്വാസിയെ സുജൂദിൽ കിടന്നിട്ട് സ്വപ്നം കാണിക്കും. അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, യൂറോപ്പിൽ പോകണം, ഗൾഫിൽ പോകണം, ദുബായിൽ പോകണം, കല്യാണത്തിന് പോകണം, ഇങ്ങനെയുള്ള വിചാരങ്ങളൊക്കെ ചിന്തിക്കും. പഴയ കാര്യങ്ങൾ ഓർമ്മ വരും, പണ്ട് പഠിച്ചതും മറ്റുള്ളതൊക്കെ ഓർമ്മ വരും. സലാം വീട്ടിയാലോ അതിന്റെ തുടർച്ച നമുക്ക് കിട്ടൂല, ഒരു പോവും. ഇങ്ങനെ നമ്മളെ തെറ്റിച്ചു കളയും. നമ്മളെ അവർക്ക് ശരിക്കറിയാം നമ്മളുടെ എവിടെ പിടിച്ചാലാണ് നമ്മൾ. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി എടുത്താൽ ഉറങ്ങിപ്പോകും. റീൽസിന് മൊബൈൽ ഫോൺ ഓണാക്കി ലോക്ക് ഒഴിവാക്കി ഭാര്യയും മക്കളും വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് റീൽസ് ഓണാക്കിയാൽ ആരും ഉറങ്ങാറില്ല. അതാണ് സത്യം, അല്ലേ? സിനിമ തുടങ്ങിയാൽ, സീരിയൽ തുടങ്ങിയാൽ ആരും ഉറങ്ങാറില്ല, ഉറങ്ങൂല, ഉറക്കം വരില്ല. കാരണം എന്താ? പിശാച് നമ്മളെ ജാഗ്രതയോടത് കാണിപ്പിക്കും. നേരെ മറിച്ചോ ഖുത്ബ മുതൽ ഖുർആനിന്റെ പാരായണം മുതൽ ഖുർആൻ ഇങ്ങനെ തുറന്നു വെച്ച അപ്പുറം ഓദിപ്പിക്കൂല, ഈ ശൈത്താൻ ഓദിപ്പിക്കൂല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രദ്ധിക്കുക. അതാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്, വലാ യസുദ്ദന്നകുമുശ് ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ. പിശാച് നിങ്ങളെ തടയാതിരിക്കട്ടെ, അവൻ പ്രത്യക്ഷ ശത്രുവാൻ. പൈശാചികത എന്നത് നമ്മൾ ശ്രദ്ധിക്കുക. നമ്മളൊരു നന്മ ചെയ്യുന്ന സമയത്ത് ആ നന്മ ചെയ്യാൻ നമുക്ക് അലസതയുണ്ടാക്കുകയും, ഒരു തിന്മ ചെയ്യാൻ സാഹചര്യമുണ്ട്, പക്ഷെ തിന്മ ചെയ്യാതിരിക്കാൻ നമുക്ക് കഴിയും, എന്നാലും അത് ചെയ്താളാ എന്ന് പറഞ്ഞാൽ തിന്മക്ക് മാധുര്യം കാണിച്ചു തരുന്ന ഒരു സംവിധാനമുണ്ട്, ഒരു തോന്നിപ്പിക്കൽ, ഒരു പ്രലോഭനം. ആ സാധനമാണ് ഒരു പ്രചോദനം. ആ സംഗതിയാണ് ഈ ശൈത്താനിയത്ത്. അതുകൊണ്ട് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കുക. മാധുര്യം ഒരുപാട് തോന്നുന്ന തിന്മകൾക്ക് പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരിക്കലും അതിൽ വീണു പോകരുത്. അപ്പൊ ഓർമ്മ വരണം, എന്നെ കൊണ്ട് ശൈത്താൻ ജയിപ്പിക്കുക. നമ്മളെ പ്രിയപ്പെട്ട ചങ്ങാതിയെ പറ്റി ഒരാൾ വന്നിട്ട് കുറ്റം പറഞ്ഞാൽ ആദ്യം വരേണ്ടത് ഇതൊരു വൈശാചികതയാണ്, ഇത് ഞാൻ വിശ്വസിച്ചാൽ, അല്ലെങ്കിൽ ഇതിന് ഞാനൊരു നടപടിയെടുത്താൽ ഞാനും ആ കൂട്ടുകാരനും തമ്മിൽ
എന്ത് ചെയ്യും? വേർപിരിയും. ആ വേർപിരിയൽ എന്റെ നന്മകൾ ഭൂമി ലോകത്ത് നിന്ന് ആകാശത്തേക്ക് പോകുന്നതിനെ തടയും. അതോടെ എന്റെ ഇബാദത്തുകൾ വിഫലമായി പോകും. അതുകൊണ്ട് ഇത് വേണ്ട എന്ന് ചിന്തിക്കാൻ. ഇനി അത് മാത്രവുമല്ല, ഏതൊരു തിന്മ കാണുമ്പോഴും പടച്ച തമ്പുരാനെ ഇതെന്നെ പരീക്ഷിക്കാനുള്ളതാണ് എന്ന് മനസ്സിലാക്കിയ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൽ അഭയം പ്രാപിക്കാൻ ആ സത്യവിശ്വാസിക്ക് സാധിക്കും. ഈ റമദാനിൽ നമ്മൾ നേടിയെടുത്ത ഇബാദത്തുകൾ അത് നിഷ്ഫലമായി പോകാൻ പാടില്ല. മനസ്സിലായില്ലേ? കൊട്ടാരങ്ങൾ, ചില്ലു കൊട്ടാരങ്ങൾ ഉണ്ടാക്കിയിട്ടത് പൊളിയുന്നത് പോലെ, നൂലുകൾ ഒരുപാട് ഇങ്ങനെ കോർത്തിട്ട് ആ മുത്തുമണികൾ ഒന്നായിട്ട് കോർത്തിട്ട് അത് പൊട്ടിച്ച് കളയുന്ന ഭ്രാന്തിയെ പോലെ നമ്മൾ ചെയ്തു കൂട്ടിയ ഇബാദത്തുകൾ പ്രിയപ്പെട്ടവരെ തകർത്ത് കളയാതിരിക്കുക. നമ്മളെയും കാത്തൊരുപാട് അവസരങ്ങളാ കിടക്കുന്നത്. പുതിയ പുതിയ സിനിമകൾ, റമദാനിൽ കാണാൻ പറ്റാത്ത സിനിമകൾ, കാണാൻ അവസരം കിട്ടാതിരുന്ന സിനിമകൾ, അതേപോലെയുള്ള ഒരുപാട് തോന്നിവാസങ്ങൾ നടത്തുന്ന ടൂറിന്റെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, അതേപോലെ തന്നെ ആർഭാടങ്ങളും അതിന്റെ പുറത്ത് അല്ലാഹുവിന്റെ റസൂല് ശപിച്ചിരിക്കുന്ന ഒരുപാട് തോന്നിയാസങ്ങളും അടങ്ങുന്ന കല്യാണങ്ങൾ, അതുപോലെ ആഘോഷങ്ങൾ, സമ്മേളനങ്ങൾ, അതുപോലെ ഈ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഇതര ആളുകളെ മോശമായത് പറയിപ്പിക്കാനുള്ള നാവുകളെ കൊണ്ട് തോന്നിവാസം പറയിപ്പിക്കുന്ന മുദ്രാവാക്യങ്ങൾ, ഇതൊക്കെയും ഒരു മുസ്ലിമിനെ പിന്തുടരുക തന്നെ ചെയ്യും. അവിടെയാണ് ആ വേടന്റെ വായിൽ നിന്ന് വരുന്നത് എന്റെ ഖബറിനെ ബാധിക്കുമെന്നുള്ള വിചാരത്തോടെ ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ടും ഇതര മനുഷ്യരെ തോന്നിവാസം പറയുന്ന ഒരു മുദ്രാവാക്യത്തിലേക്ക് പ്രിയപ്പെട്ടവരെ നമ്മൾ പോകരുത്. ഒരു കള്ളത്തരത്തിനും നമ്മൾ കൂട്ടുനിൽക്കരുത്. ഒരു കള്ളത്തരത്തിനും നമ്മൾ കൂട്ടുനിൽക്കരുത്. എല്ലാരെയും സംരക്ഷിക്കണം. ഒരു ജീവനും പോകാൻ പാടില്ല. ഒരു മനുഷ്യൻ ഒരു മനുഷ്യനെ കൊന്നാൽ ഈ ഭൂമുഖത്ത് മുഴുവൻ മനുഷ്യനെയും കൊന്നതിന് തുല്യമെന്ന് ഖുർആൻ. ഇനിയോ ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്തിയാൽ ഈ മുഴുവൻ മനുഷ്യരെയും രക്ഷപ്പെടുത്തിയതിന് തുല്യം. അതുകൊണ്ടാണ് സൗദി അറേബ്യയിൽ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയ ഒരു മനുഷ്യനെ മോചനദ്രവ്യം നൽകിയാൽ ഞങ്ങൾ മാപ്പ് തരാമെന്ന് ഒരു മാതാപിതാക്കൾ പറഞ്ഞിരിക്കുകയാണ്. അത് വലിയ കാര്യമാണ്. അവർ പണം വാങ്ങിയിട്ടല്ലേ നമ്മൾ ചിന്തിക്കരുത്. സ്വന്തം കുട്ടി മരണപ്പെട്ടിട്ടുണ്ട്, അതിന് കാരണക്കാരനാണെന്ന് അവർക്ക് തോന്നിയിട്ടുണ്ട്. എന്ത് തന്നെയായാലും കോടതിക്ക് ബോധ്യമാകുകയും വിധിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, വലിയ സംഖ്യകൾ അവർ ആവശ്യപ്പെടുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വയ്യാത്തതാണ്. ഇന്നിതാ 26 കോടി രൂപ റെഡിയാണ്. 34 കോടി വേണം. ഇൻഷാ അല്ലാഹ് മലയാളി ലോകം, കേരള കൈരളിയിലെ കാരുണ്യമുള്ള ഹൃദയങ്ങൾ കൈതോർത്താൽ ആ ഉമ്മാന്റെ കണ്ണീര് നമ്മൾ കണ്ടിട്ടുണ്ടാകും. ഏതൊരു ഉമ്മക്കും ജീവൻ പോകുന്ന കാര്യമില്ല. ഒരു 2 കൊല്ലം വിദേശത്ത് നിൽക്കുന്ന മകനെ കാണാൻ പൂതി വെച്ച് വിളിക്കുന്നവരാ ഉമ്മമാര്. ആ ഉമ്മക്ക് ആ കുട്ടിയെ കാണാൻ, ആ മകനെ കാണാൻ 18 വർഷം കഴിഞ്ഞിട്ട് കാണാനുള്ള തൗഫീക്ക് വരണം. അതിനൊക്കെ നമ്മൾ എല്ലാവരും ചേർന്ന് നിൽക്കണം. അത് എന്ത് ബാക്കിയൊന്നും നമ്മൾ ആലോചിക്കണ്ട. ഒരു ജീവൻ രക്ഷപ്പെടാൻ നമ്മളുടെ 100 രൂപ അതിന് സഹായിക്കപ്പെടുന്നതിന് വേണം. ഞാൻ ഖുതുബയിൽ പറയാൻ കാരണം, ഇങ്ങനെയുള്ള ഓരോ നന്മകളിലും പ്രിയപ്പെട്ടവരെ ഒന്നും നോക്കണ്ട. ഏത് പാർട്ടിയാണ്, ആരാണ് നടത്തുന്നത്, ആരാണ് കലശം നടത്തുന്നത്, ഒന്നും നോക്കണ്ട. ഓരോ അഡ്രസ് നമുക്ക് വേണ്ട. ആ മനുഷ്യൻ രക്ഷപ്പെടണം. രക്ഷപ്പെട്ടതിൽ ആ ഉമ്മക്കൊരു തേട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. ഉമ്മാന്റെ പ്രാർത്ഥന അറിയോ, അള്ളാഹു ഒരിക്കലും സ്വീകരിക്കാതിരിക്കില്ല. ആ ഉമ്മാന്റെ തേട്ടം മതി. എന്റെ മോനെ രക്ഷപ്പെടുത്തിയ എല്ലാ കൈകൾക്കും അള്ളാഹുവേ നീ ധന്യത ഇരട്ടി നൽകണേ എന്നൊരൊറ്റ ദുആ മതി നമ്മളെ 100 കോടിയായി മാറാൻ. അതുകൊണ്ട് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കുക. പ്രാർത്ഥന വളരെ വലുതാണ്. കഴിയാവുന്നതൊക്കെ നമ്മൾ ചെയ്യണം. 2 ചരിത്രം കൂടി ഞാൻ പറഞ്ഞ് നമ്മളെ ഖുതുബ അവസാനിപ്പിക്കാം. ഇമാം അഹ്മദ് ബിൻ ഹംബൽ, അദ്ദേഹം ജയിലിലകപ്പെട്ടു. നമുക്ക് ചെയ്യാവുന്നതൊക്കെ ചെയ്യാന്നുള്ളതാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ ജയിലിലായ സമയത്ത് വെള്ളിയാഴ്ച രാവിലെ അദ്ദേഹം കുളിച്ചു മാറ്റി, ഉള്ളതിൽ നല്ല ഡ്രസ് ഇട്ടു, മുടിവാരി, വെളിച്ചെണ്ണ തേച്ചു. എന്നിട്ട് ജയിലിൽ നിന്ന് പുറത്തേക്ക് ജയിലിന്റെ കവാടത്തിലെത്തിയപ്പോ കവാടത്തിലിരിക്കുന്ന പോലീസുകാർ പറഞ്ഞു, നിങ്ങൾ പ്രതിയാണ്, നിങ്ങൾക്ക് പുറത്തു പോകാൻ പറ്റില്ല. അദ്ദേഹം പറഞ്ഞു, വെള്ളിയാഴ്ചയാണ്, ജുമക്ക് വേണ്ടി മാറ്റിയതാണ്. ഇല്ല, പറ്റൂല എന്ന് പറഞ്ഞ് തിരിച്ചയച്ചു. 2ാമത്തെ വെള്ളിയാഴ്ചയും അയാൾ ആവർത്തിച്ചു. 3ാമത്തെ വെള്ളിയാഴ്ചയും ആവർത്തിച്ചപ്പോൾ ഒരു കുറച്ച് കടുപ്പത്തിൽ പറഞ്ഞു, നിങ്ങൾക്ക് എന്താ വിവരമില്ലേ, നിങ്ങളുടെ ജയിലിൽ നിൽക്കുന്ന ആളല്ലേ. ഇമാം അഹ്മദ് ബിൻ ഹംബൽ പറയാണ്, വെള്ളിയാഴ്ച രാവിലെ എഴുന്നേറ്റാൽ കുളിക്കാനും പല്ല് തേക്കാനും നല്ല വസ്ത്രം ധരിച്ച് പള്ളിയിലേക്ക് പുറപ്പെടാനും എന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ എനിക്ക് കഴിയുന്നതാ. അത് ഞാൻ ചെയ്തു. ഞാൻ പള്ളിയിലേക്ക് പുറപ്പെട്ടു. ഇവിടെ നിന്ന് ഈ കവാടത്തിൽ നിന്ന് പുറത്തേക്ക് അയക്കേണ്ട ധർമ്മം നിങ്ങളുടെ ധർമ്മമാണ്. എനിക്ക് ചെയ്യാൻ പറ്റിയത് ഞാൻ ചെയ്യുക എന്നത് എന്റെ ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞ് അഹ്മദ് ബിൻ ഹംബൽ അവരെ കോരിത്തരിപ്പിച്ചുകൊണ്ട് തിരിച്ച് ജയിലിലേക്ക് നടന്നുപോയി. നിങ്ങൾ ആലോചിക്കേ, എന്ത് മനസ്സിലാക്കിയില്ല, ഒരു വിടുകയൊന്നുമില്ല, പള്ളി പോണ്ട മതി എന്നും പറഞ്ഞ് അദ്ദേഹം ജയിലിൽ കടന്നില്ല.
അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ പ്രിയപ്പെട്ടവരെ, അത് അദ്ദേഹം ചെയ്തു. ആ ചരിത്രം നീ കേൾക്കണോ? അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ മറ്റൊരു ചരിത്രമുണ്ട്. അദ്ദേഹം രാത്രിയിൽ ഒരു യാത്ര ചെയ്യവേ ഒരു പള്ളിയിലെത്തി. മുസാഫിറാണ്. ഇവിടെ കിടക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ കമ്മിറ്റിക്കാർ പറഞ്ഞു, ഇവിടെ നമ്മൾ ആരെയും കിടത്താറില്ല, പ്രത്യേകിച്ച് നമുക്കറിയാത്ത ആളുകളെ കിടത്താറില്ല. അദ്ദേഹം പള്ളിയുടെ പുറത്തൊരു ഓരത്ത് കുത്തിരിഞ്ഞു. ഇയാൾ അഹ്മദ് ബിൻ ഹംബലാണ്. ഞാൻ ആരാ അഹ്മദ് ബിൻ ഹംബൽ? ആയിരക്കണക്കിന് ഹദീസുകൾ നമുക്ക് കൊണ്ടുപോയി എത്തിച്ചു തന്ന, പഠിപ്പിച്ചു തന്ന പ്രഗത്ഭനായ പണ്ഡിതനാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ. അദ്ദേഹം എന്താ ചെയ്തെന്നറിയോ? ഞാൻ അഹ്മദ് ബിൻ ഹംബൽ അറിയില്ലേ എന്ന് ചോദിച്ചാൽ കമ്മിറ്റിക്കാർ മിഹ്റാബിൽ കിടത്തു അദ്ദേഹത്തെ. പക്ഷെ ഞാനെന്ന ഭാവം അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. അഹ്മദ് ബിൻ ഹംബൽ പള്ളിയുടെ ബോർഡറിൽ പുറത്ത് ഗേറ്റിന്റെ അടുത്തിരുന്നു. പള്ളി പൂട്ടി ഇറങ്ങുന്ന ആള് പറഞ്ഞു, ഇവിടെ ഇരിക്കരുത്, ഇങ്ങനെ ആരെങ്കിലും ഇരുന്നാൽ പിന്നീട് പലരും ഇരിക്കും. അങ്ങനെ അദ്ദേഹം പോവാണ് അവിടുന്ന്. അദ്ദേഹം അവിടെയും പറഞ്ഞില്ല. നടന്നു പോകുമ്പോ ഒരു പലഹാര കച്ചവടം ചെയ്യാൻ രാത്രിയിൽ അദ്ദേഹം ഇങ്ങനെ ദിക്റുകൾ ചൊല്ലിക്കൊണ്ട് പലഹാരം ഉണ്ടാക്കുന്ന ഒരു ചെറിയ കടത്തിണ്ണയിൽ അദ്ദേഹം വന്ന് അവിടെ ഇരുന്നു. കുറച്ചേരി ഇരുന്നപ്പോ അങ്ങനെ പരിചയപ്പെട്ട, അന്നും പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞു, അങ്ങനെ വഴിയാത്രക്കാരനാണ്, നിങ്ങൾ ഇവിടെ ഇരുന്നു, ഞാൻ ഇവിടെ ഇരുന്നോട്ടെ എന്ന് ചോദിച്ചു. ആയിക്കോട്ടെ. ഇദ്ദേഹം ഇങ്ങനെ അദ്കാറുകൾ ചൊല്ലിയിട്ട് പലഹാരം ഉണ്ടാക്കാവൂല. അഹ്മദ് ബിൻ ഹംബലിന് അത്ഭുതം ഉണ്ടാക്കിയത്. അദ്ദേഹം ചോദിച്ചു, നിങ്ങളെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു, എന്തൊക്കെ പ്രാർത്ഥനകളാണ് നിങ്ങൾ ചെയ്യുന്നത്? അദ്ദേഹം പറയാണത്രേ, അൽഹംദുലില്ലാഹ്, എന്റെ എല്ലാ പ്രാർത്ഥനയും അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട്. എന്റെ അദ്കാറുകളും എന്റെ ദുആകളും എല്ലാം അള്ളാഹു എടുത്തിട്ടുണ്ട്. ഞാൻ സമ്പൂർണ്ണ സൗഭാഗ്യവാനാണ്. എന്റെ എല്ലാ പ്രാർത്ഥനയും ഞാൻ ഇതുപോലെ അധ്വാനിച്ചോടിക്കും പ്രാർത്ഥിക്കും, അള്ളാഹു എനിക്ക് തരും. ഇങ്ങനൊരു സൗഭാഗ്യം ഈ അപ്പം ഉണ്ടാക്കുന്ന ആള് പറയാത്രേ. അദ്ദേഹം സയ്യിദുൽ ഇസ്തിഗ്ഫാർ നിരന്തരം ചെല്ലുന്ന ആളാണ്. അദ്ദേഹം പറയാണ്, സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചെയ്യും, എന്നിട്ട് അതിന്റെ കൂടെ ഞാൻ പ്രാർത്ഥിക്കും, എന്റെ ആവശ്യങ്ങൾ നിറവേറ്റും. ഒരൊറ്റ പ്രാർത്ഥനയാണ് ഇനി അള്ളാഹുവിന്റെ എടുക്കാത്തതായിട്ട് എനിക്ക് തോന്നിയത് എന്ന് പറയും. അഹ്മദ് ബിൻ ഹംബലിന് അത്ഭുതമുണ്ടായി. അദ്ദേഹം ചോദിച്ചു, ഏത് പ്രാർത്ഥനയാണ്? ഈ പലഹാരക്കാരൻ പലഹാരം ഉണ്ടാക്കുന്നിടത്ത് അഹ്മദ് ബിൻ ഹംബലിനെ നോക്കിയിട്ട് പറയാണ്, എനിക്ക് ഈ ദുആകളൊക്കെ പഠിപ്പിച്ചു തന്നൊരു കിതാബുണ്ട്. ആ കിതാബ് മുസ്ലിം ലോകത്തിന് സമ്മാനിച്ചതൊരു വലിയ പണ്ഡിതനാണ്. ആ പണ്ഡിതന്റെ പേര് ഇമാം അഹ്മദ് ബിൻ ഹംബൽ എന്നാണ്. ഞാൻ എന്നും പ്രാർത്ഥിക്കും, പഠിച്ചോനെ ആ പണ്ഡിതനെ ഒന്ന് കണ്ടുപരിക്കാനുള്ള തൗഫീഖ് എനിക്ക് നൽകണേ എന്ന് പ്രാർത്ഥിച്ചിട്ട്, അത് മാത്രമാണ് കേൾക്കാത്തത് എന്ന് പറയുമ്പോൾ ഇമാം അഹ്മദ് ബിൻ ഹംബൽ അദ്ദേഹത്തെ വാരിപ്പോഴാ. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന എന്നത് ആയുധമാണ്. പ്രാർത്ഥന എന്നത് ഏതിലും പരിഹാരമാണെന്ന് ഉറച്ചു വിശ്വസിക്കാൻ ഈ ഒരു ചരിത്രം മതിയാകും. അതുകൊണ്ട് പ്രാർത്ഥിച്ച് നമ്മളെല്ലാവരും ഭൗതികമായി ഒരുപാട് ചെയ്യുക, ഒരുപാട് വാസ്തകൾ ഉപയോഗപ്പെടുത്തുക, ഒരുപാട് കീഴ്മണികൾ കൊടുക്കുക, കൈക്കൂലികൾ കൊടുക്കുക, അതല്ല. ആകാശ ലോകത്തേക്ക് കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചാൽ എന്തും ലഭിക്കുമെന്നത് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത് റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആഅനാ വഖിയാമനാ വസുജൂദനാ യാ റബ്ബൽ ആലമീൻ തവഫനാ മുസ്ലിമൻ വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ അല്ലാഹുമ്മ ഗഫിർ ലനാ ദുനൂബനാ വഇസ്റാഫനാ ഫീ അംരിനാ വസബ്ബിത് അഖ്ദാമനാ വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مقلب القلوب ثبت قلوبنا على دينك توفنا مسلما والحقنا بالصالحين ربنا تقبل منا دعاءنا وقيامنا وسجودنا وتلاوتنا وصدقتنا وصلاتنا يا رب العالمين فعال لما يريد اللهم